എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൗരത്വ ഭേദഗതി നിയമം 2019 കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന് 2020 ജനുവരി 10. 2019 പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ആണ് 2024 മാർച്ച് 11 വിജ്ഞാപനം ചെയ്തത്. CAA പൂർണ്ണ രൂപം എന്ത്? സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. പൗരത്വ ഭേദഗതി ബിൽ 2019 കേന്ദ്ര മന്ത്രിസഭ എന്നാണ് അംഗീകരിച്ചത്? 2019 ഡിസംബർ 4. ആരാണ് ലോകസഭയിൽ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്? അമിത് ഷാ. എപ്പോഴാണ് പൗരത്വ ഭേദഗതി ബിൽ ലോകസഭയിൽ പാസാക്കിയത്? 2019 ഡിസംബർ 10. പൗരത്വ ഭേദഗതി ബിൽ 2019 എപ്പോഴാണ് രാജ്യസഭ പാസാക്കിയത്? 2019 ഡിസംബർ 11. പൗരത്വ ഭേദഗതി ബിൽ എപ്പോഴാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്? 2019 ഡിസംബർ 12. ഏത് രാഷ്ട്രപതിയാണ് പൗരത്വ ഭേദഗതി ബിൽ 2019 പാസാക്കിയത്? രാംനാഥ് കോവിന്ദ്. പൗരത്വ ഭേദഗതി 2019 നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നു. പൗരത്വ ഭേദഗതി നിയമം 2019 ബാധകമല്ലാത്തത് ആർക്കാണ്? ഇന്ത്യൻ പൗരന്മാർ. പൗരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാർട്ട് 2. പൗരത്വ ഭേദഗതി നിയമം 2019 പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിനായി ഇന്ത്യയിൽ 11 വർഷം തുടർച്ചയായ താമസത്തിന്റെ പരിധി എത്ര വർഷമായി കുറച്ചിരിക്കുന്നത്? 5 വർഷം. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിന് കീഴിൽ വരുന്ന 4 സംസ്ഥാനങ്ങളിൽ ആണ് CAA നടപ്പാക്കിയിട്ടില്ല? ഷെഡ്യൂൾ 6. ആസാം, ത്രിപുര, മേഘാലയ ആൻഡ് മിസോറാം എന്നീ 4 സംസ്ഥാനങ്ങളാണ് ഷെഡ്യൂൾ 6 പരിധിയിൽ വരുന്നത്. പൗരത്വ ഭേദഗതി നിയമം 2019 എത്ര രാജ്യങ്ങൾക്ക് ബാധകമാണ്? 3 രാജ്യങ്ങളിൽ: പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. NPRന്റെ പൂർണ്ണ രൂപം എന്ത്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. NCRന്റെ പൂർണ്ണ രൂപം എന്ത്? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. NCRലൂടെ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന കുടിയേറ്റക്കാരെ കണ്ടെത്താം. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഏത് പൗരത്വ നിയമത്തിന് കീഴിലാണ്? സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഇന്ത്യയിൽ ഏത് തരം പൗരത്വമാണ് ഉള്ളത്? സിംഗിൾ. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ഇന്ത്യൻ പൗരത്വം നേടുന്നതിൽ നിന്ന് വിലക്കുന്ന നിയമം ഏത്? സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ദേശീയ പൗരത്വ രജിസ്റ്റർ NCR ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ആസാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഭരണഘടനയുടെ 2ാം ഭാഗത്തിൽ പൗരത്വത്തിന്റെ വ്യവസ്ഥകൾ പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുടിയേറ്റക്കാർക്ക് 11 വർഷത്തിന് പകരം എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ പൗരത്വം ലഭിക്കും? 5 വർഷം. പൗരത്വ ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ആകെ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി? 391 വോട്ടുകൾ. 301 വോട്ടുകൾ അനുകൂലമായും 80 വോട്ടുകൾ പ്രതികൂലമായി രേഖപ്പെടുത്തി. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ശേഷം സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലിന്റെ പേര് എന്തായി മാറി? സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്.
രാജ്യസഭയിൽ പൗരത്വ ഭേദഗതി ബില്ലിന് അനുകൂലമായി എത്ര വോട്ടുകൾ ലഭിച്ചു? 125. എത്ര ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ് പൗരത്വ ഭേദഗതി ബില്ലിൽ പൗരത്വം നൽകുന്നത്? 6. ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി ആൻഡ് ക്രിസ്ത്യൻ. പൗരത്വ ഭേദഗതി ബിൽ പ്രകാരം ഏത് തീയതിക്ക് മുമ്പ് ഇന്ത്യയിൽ വന്ന ആളുകൾക്ക് ആണ് പൗരത്വം നൽകുന്നത്? 2014 ഡിസംബർ 31. പൗരത്വ ഭേദഗതി ബില്ലിന് കീഴിൽ കുടിയേറ്റക്കാർക്ക് ഏത് പ്രക്രിയയിലൂടെയാണ് പൗരത്വം ലഭിക്കുക? സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ. 1955 പൗരത്വ നിയമം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 6 തവണ. 1986, 1992, 2003, 2005, 2015, അവസാനമായി 2019. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ആകെ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി? 220 വോട്ടുകൾ. 125 വോട്ടുകൾ അനുകൂലമായും 95 വോട്ടുകൾ പ്രതികൂലമായും രേഖപ്പെടുത്തി. ഇന്ത്യയിൽ എങ്ങനെ പൗരത്വം ലഭിക്കും? ഇന്ത്യയിൽ പൗരത്വം 5 തരത്തിലാണ് ലഭിക്കുന്നത്. 1. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, അതായത് ജന്മനായുള്ള പൗരത്വം. രണ്ടാമത്തത് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓർ ബ്ലഡ്, അതായത് അനന്തരാവകാശം അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പൗരത്വം. സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ, പ്രകൃതി വൽക്കരണത്തിലൂടെയുള്ള പൗരത്വം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വർഷങ്ങളായി കുടിയേറി പാർക്കുന്നവർക്കുള്ള പൗരത്വം. സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. അവസാനത്തേതായി ബൈ ഏരിയ ഇൻക്ലൂഷൻ, ഒരു പ്രദേശം മുഴുവൻ ഇന്ത്യയുടെ പരിധിയിൽ വരുമ്പോൾ. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഭരണഘടനയുടെ ഭേദഗതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 360H. ഏത് രാജ്യത്തിൽ നിന്നാണ് പൗരത്വം എന്ന ആശയം സ്വീകരിച്ചത്? ഇംഗ്ലണ്ട്.